ബി.ജെ.പി അധികാരത്തിൽ നിന്ന് താഴെയിറക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും രാഹുൽ ഗാന്ധി അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. കേരളത്തിൽ ബി.ജെ.പിക്കാരൊഴികെ ബാക്കിയുള്ളവരെല്ലാം അത്തരത്തിൽ ആഗ്രഹമുള്ളവരുമാണ്. അതിൽ ഇടത് അനുകൂലികൾ രാഹുലിനോടുള്ള സ്നേഹം കൊണ്ടല്ല, മറിച്ച് മോദിയോടുള്ള വിരുദ്ധത കാരണമാണ് അങ്ങനെ ആഗ്രഹിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് അദ്ദേഹം കേരളത്തിലെ വയനാട്ടിൽ മത്സരിക്കാൻ എത്തുന്നത്, അതും ദക്ഷിണേന്ത്യ തൂത്തുവാരാൻ എന്ന പ്രചരണം മുൻനിർത്തി. ഇവിടെ പ്രസക്തമാകുന്നത് മറ്റൊരു ചോദ്യമാണ്. കേരളത്തിലും കർണാടകയിലുമല്ലാതെ കോൺഗ്രസിന് ദക്ഷിണേന്ത്യയിൽ വേറൊരിടത്തും സ്വാധീനവുമില്ല. ഇതിനിടയിൽ മഹാസഖ്യം വേറെയും. മഹാസഖ്യം എന്ന ആശയം കൊണ്ടുവന്ന കോൺഗ്രസ് തന്നെ അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു മതി എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇത് കോൺഗ്രസിന്റെ അവസരവാദ രാഷ്ട്രീയത്തെയാണ് തുറന്നുകാട്ടുന്നത്. സഖ്യമൊക്കെ തിരഞ്ഞെടുപ്പിന് ശേഷം. അങ്ങനെയാണ് കോൺഗ്രസിന്റെ ഇരട്ടമുഖം. ഡൽഹി അടക്കം വിവിധയിടങ്ങളിൽ ഇതര പ്രതിപക്ഷ പാർട്ടികളുമായി സഖ്യത്തിന് വിമുഖത കാണിക്കുന്ന കോൺഗ്രസിന്റെ സമീപനം രൂക്ഷ വിമർശനം വിളിച്ചു വരുത്തുകയും ബി.ജെ.പിക്ക് ഗുണം ചെയ്യുമെന്ന് വിലയിരുത്തൽ ശക്തമാവുകയും ചെയ്ത സാഹചര്യത്തിൽ വിശദീകരണവുമായി രാഹുൽ ഗാന്ധി രംഗത്തെത്തി. തിരഞ്ഞെടുപ്പിന് ശേഷം സഖ്യത്തിന് സാധ്യതയുണ്ടെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. ഇപ്പോൾ നരേന്ദ്രമോദിയെ പരാജയപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്നും രാഹുൽ പറയുന്നു. ഇന്ത്യയിലെ ജനങ്ങളാണ് മോദിയെ പരാജയപ്പെടുത്താൻ തയ്യാറായി നിൽക്കുന്നത്. തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള സഖ്യം തീർച്ചയായും സാധ്യമാണ്. രാജ്യതാൽപര്യം കണക്കിലെടുത്ത് ബി.ജെ.പിയെ പരാജയപ്പെടുത്തണമെന്ന കാര്യത്തിൽ എല്ലാ പ്രതിപക്ഷ കക്ഷികൾക്കും ഒരേ അഭിപ്രായവും നിലപാടുമാണെന്നും രാഹുൽ പറയുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരാജയപ്പെടുത്തുകയും ഇന്ത്യയുടെ ഭരണഘടനയെയും ജനാധിപത്യത്തെയും സംരക്ഷിക്കുകയുമാണ്. വിവിധ സംസ്ഥാനങ്ങളിൽ മതനിരപേക്ഷ കക്ഷികളുടെ ഐക്യം സാധ്യമായിട്ടുണ്ട്. ശക്തരായ പ്രതിപക്ഷ സ്ഥാനാർത്ഥികളെയാണ് രാജ്യത്തെമ്പാടും ബി.ജെ.പി നേരിടാൻ പോകുന്നത്. ഇന്ത്യയുടെ മതനിരപേക്ഷ സാമൂഹിക ഘടനയെയും പൊതുസ്ഥാപനങ്ങളെയും തകർക്കാൻ ബി.ജെ.പിക്ക് ഇനി അവസരമുണ്ടാക്കരുത്. സാമ്പത്തിക വളർച്ച നേടണം, തൊഴിലവസരങ്ങൾ ഉണ്ടാകണം, സാമുദായിക സൗഹാർദ്ദം ഉറപ്പുവരുത്തണം, അനീതികളെയും അസമത്വങ്ങളെയും അഭിസംബോധന ചെയ്യണം. ഇക്കാര്യത്തിൽ ഞങ്ങൾ പ്രതിപക്ഷ കക്ഷികളെല്ലാം ഒറ്റക്കെട്ടാണ്. PTIക്ക് നൽകിയ അഭിമുഖത്തിൽ രാഹുൽ ഗാന്ധി ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. പശ്ചിമ ബംഗാളിൽ CPM-മായി ധാരണയുണ്ടാക്കാത്തത്, വിവിധ സംസ്ഥാനങ്ങളിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നത് എന്നിവയെല്ലാം ബി.ജെ.പി വിരുദ്ധ പ്രതിപക്ഷ സഖ്യത്തെ ദുർബലപ്പെടുത്തുന്ന നയങ്ങളാണെന്ന വിമർശനങ്ങൾക്കിടയിലാണ് രാഹുൽ ഗാന്ധിയുടെ പുതിയ വിശദീകരണം. പശ്ചിമ ബംഗാളിൽ മതനിരപേക്ഷ കക്ഷികളാണ് ജയിക്കാൻ പോകുന്നത്. UP-യിൽ ഒരു മതേതര സഖ്യവുമുണ്ട്. കോൺഗ്രസ് അതിന്റെ ഭാഗമല്ലെങ്കിൽ പോലും അങ്ങനെയൊരു സഖ്യമുണ്ട്. മഹാരാഷ്ട്രയിൽ മതേതര സഖ്യവുമുണ്ട്. ജാർഖണ്ഡിൽ അത്തരത്തിലൊരു സഖ്യമുണ്ട്. ജമ്മു കാശ്മീരിലും അതുണ്ട്. കർണാടകയിലും തമിഴ്നാട്ടിലും സഖ്യമുണ്ട്. എവിടെയാണ് സഖ്യമില്ലാത്തത്? ചില പാർട്ടികൾ കോൺഗ്രസിനെ സഖ്യത്തിൽ ഉൾപ്പെടുത്തേണ്ടതില്ല എന്നും തീരുമാനിച്ചു. ഞങ്ങൾക്ക് അതിൽ പ്രശ്നമില്ല. ഞങ്ങൾ UP-യിൽ ഞങ്ങളുടെ പോരാട്ടം നടത്തും. ഞങ്ങളുടെ അടിത്തറ ശക്തിപ്പെടുത്തും. എന്നാൽ രാജ്യം മുഴുവൻ ബി.ജെ.പിക്ക് എതിരാണെന്ന് രാഹുൽ പറയുന്നു. ഇങ്ങനെ രാഹുലിന്റെ ഈ വാക്കുകൾ തന്നെയാണ് കോൺഗ്രസിന്റെ ഇരട്ടമുഖം പുറത്തു കൊണ്ടുവരുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.